റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ CPM പറയാത്ത കണക്കു പറഞ്ഞ് TI മധുസൂദനൻ. വി കുഞ്ഞികൃഷ്ണൻ അയച്ച വക്കീൽ നോട്ടീസിലാണ് രക്തസാക്ഷി തെരഞ്ഞെടുപ്പ് ഓഫീസ് നിർമ്മാണ ഫണ്ടുകളുടെ കണക്ക് വ്യക്തമാക്കുന്നത്. അതേസമയം കുഞ്ഞികൃഷ്ണന്റെ അനുഭാവിയായ T പുരുഷോത്തമന്റെ ഷെഡ് കത്തിച്ചതിൽ വെല്ലുവിളിയുമായി CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്ത് വന്നു. പയ്യന്നൂർ CPM അക്രമത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് രാഗേഷ് മറുപടിയായി വി കുഞ്ഞികൃഷ്ണനും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് ബഹുജനങ്ങളോട് മാത്രം വിശദീകരിച്ചാൽ മതിയെന്ന് CPIM പറഞ്ഞ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് കണക്കുൾപ്പെടെ വി കുഞ്ഞികൃഷ്ണൻ അയച്ച വക്കീൽ നോട്ടീസിൽ TI മധുസൂദനൻ വ്യക്തമാക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട്, രക്തസാക്ഷി ധനരാജ് കുടുംബസഹായ ഫണ്ട്, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് തുടങ്ങിയ ആരോപണങ്ങളിലാണ് TI മധുസൂദനന്റെ വക്കീൽ നോട്ടീസ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിനിടെ പയ്യന്നൂരിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രകോപന പ്രസംഗവുമായി CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. ഇവിടെയുള്ള പയ്യന്നൂരിലെ MLA വി കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം പോലീസാണ്. എന്താ അന്വേഷിക്കാതെ? എന്നാൽ രാഗേഷിന്റെ പ്രതികരണത്തെ തള്ളുകയാണ് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. വക്കീൽ നോട്ടീസിൽ TI മധുസൂദനൻ പറഞ്ഞ കണക്കും കുഞ്ഞികൃഷ്ണൻ തള്ളുന്നു. കുറ്റകൃത്യങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും അത് മറ്റുള്ളവരുടെ മേലെ ചാരാനുള്ള ശ്രമം, മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി കുറെ കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. രക്തസാക്ഷി ഫണ്ട് തിരിമറിയിലടക്കം കണക്ക് ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് CPIM അന്ന് കണക്ക് പറഞ്ഞില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കണക്ക് പറയിപ്പിച്ചു. അതോടെ കണക്ക് ജനങ്ങളോട് പറയാൻ CPIM നിർബന്ധിതമായി. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറഞ്ഞും പറയിപ്പിച്ചും പയ്യന്നൂരിൽ വിവാദങ്ങൾ ആളിക്കത്തുകയാണ്. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.